ബിഗ് ബോസ് തമിഴ് സീസൺ 8 ജാനുവരി 16 102ാമത്തെ ദിവസത്തിന്റെ ഒരു ഷോർട്ട് റിവ്യൂയിലേക്ക് പോകാം. അതായത് സീസൺ 8 അവസാനിക്കാൻ പോവുകയാണ്. ഫിനാലെ വീക്കാണ്. ബിഗ് ബോസ് ശരിക്കും ഈ ഒരു ഫിനാലെ വീക്കിൽ തീപ്പൊരി വാർച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണഗതിയിൽ ബിഗ് ബോസ് മലയാളമാണെന്നുണ്ടെങ്കിലും തമിഴാണെന്നുണ്ടെങ്കിലും ഫിനാലെ വീക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത വീക്ക് എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തന്നെ കാണത്തില്ല. ചിലപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാവരും, അതായത് എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ തിരിച്ചു വന്നു, അവരുടെ ഒരു റീയൂണിയൻ, കുറച്ച് ഇമോഷണൽ മൊമെന്റ്സ്, അവരുടെ കുറച്ച് നല്ല നല്ല ഓർമ്മകളും കാര്യങ്ങളും, പഴയ ഒരു റീക്യാപ്പും, ഇതൊക്കെ തന്നെയായിരിക്കും ഫിനാലെ വീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പണപ്പെട്ടി ടാസ്ക്, അത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ഇത്ര ഒരു എമൗണ്ട് വരുന്ന ആ ഒരു എമൗണ്ട് കൊടുത്ത് ആ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ഇതാണ് നോർമൽ കേസിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു ഫിനാലെ വീക്കിൽ ബിഗ് ബോസ് തമിഴ് സീസൺ 8 ബിഗ് ബോസ് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് പണപ്പെട്ടി ടാസ്ക് വേറൊരു ട്വിസ്റ്റിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കണ്ടസ്റ്റൻസ് ഒക്കെ വേറെ ലെവലിൽ പെർഫോം ചെയ്ത ഒരു വീക്ക് കൂടിയായിരുന്നു. അതുപോലെ ഇന്നലത്തെ കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പവിത്ര ഗേൾസ് കണ്ടസ്റ്റൻസിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പണപ്പെട്ടി ടാസ്ക് ബിഗ് ബോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൽ പണപ്പെട്ടി എടുത്ത് തിരിച്ചു വരുന്ന ഒരു ഗേൾ കണ്ടസ്റ്റന്റ് ആയിട്ട് പവിത്ര മാറുന്നു. അതുപോലെ തന്നെ വിശാലിന്റെ ഒരു മാസ് പെർഫോമൻസ്, ഏറ്റവും കൂടുതൽ എമൗണ്ട് പണപ്പെട്ടിയുമായിട്ട് തിരിച്ചെത്തിയ ഒരു കണ്ടസ്റ്റന്റ് ആണ് വിശാൽ. ഒരു മികച്ച പെർഫോമൻസോടുകൂടി, അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള, അനാവശ്യമായിട്ട് തിങ്ക് ചെയ്യാതെ പ്രോപ്പറായിട്ട് ഒരു പ്ലാൻ ഇല്ലാതെ ഒരു ടാസ്കിൽ ഇറങ്ങി പുറപ്പെട്ട് ജാക്ലിന്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു എവിക്ഷൻ, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഫിനാലെ വീക്ക്, അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു ഹൈലൈറ്റ്സ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിനെ പറ്റി പറയുമ്പോൾ പണപ്പെട്ടി ടാസ്കിലെ ഒരു 2 ലക്ഷത്തിന്റെ ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. അതുവരെയും നമ്മുടെ ബോയ്സ് ആണെന്നുണ്ടെങ്കിലും ഗേൾസ് ആണെന്നുണ്ടെങ്കിലും അവർ ഒന്നിച്ച് പങ്കെടുത്തിരുന്നു. എന്നാൽ ഗേൾസിന് കൂടി ഒരു അവസരം കൊടുക്കാൻ വേണ്ടി ബോയ്സിനോട് അവിടെ തൽക്കാലത്തേക്ക് ഇരിക്കാൻ പറഞ്ഞ് ഗേൾസിന് വേണ്ടി മാത്രം 45 മീറ്റർ ഡിസ്റ്റൻസിൽ പണപ്പെട്ടി വെച്ച് അതൊരു 25 സെക്കൻഡ്സിനുള്ളിൽ തിരിച്ചെത്തുക, അതായത് നമ്മുടെ റയാന് കൊടുത്ത അതേ ടാസ്ക് തന്നെ കൊടുക്കുകയാണ്. അതിൽ ജാക്ലിനും പവിത്രയും വന്ന് ചെറിയൊരു അവർ തമ്മിലുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് പവിത്ര അതിലേക്ക് ടാസ്കിലേക്ക് വരികയും പവിത്ര ഏതാണ്ട് 23 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ആ 2 ലക്ഷം രൂപയുടെ പണപ്പെട്ടി പവിത്ര എടുത്തിരിക്കുകയാണ് ആദ്യം. അതായത് ഹിസ്റ്ററിയിൽ ബിഗ് ബോസ് ഇങ്ങനെ ഒരു പണപ്പെട്ടി ടാസ്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഒരു ഗേൾ കണ്ടസ്റ്റന്റ് ആണ് ആ ഒരു പണപ്പെട്ടി സ്വന്തമാക്കി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തിരികെ എത്തുന്നത്. അതിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളും ആക്കി കിടക്കുന്നു. അടുത്ത് നമ്മുടെ സൗന്ദര്യക്ക് ഒരു അവസരം കിട്ടുകയാണ്. അതായത് ബിഗ് ബോസ് അടുത്ത ഒരു എമൗണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ് 5 ലക്ഷം രൂപയുടെ. ആ ഒരു ഫിഗറിൽ സൗന്ദര്യ, അതുപോലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻസും, നമ്മുടെ ജാക്ലിൻ ആണെന്നുണ്ടെങ്കിലും മുത്തുകുമാരൻ, വിശാല്, അതുപോലെ തന്നെ റയാൻ, എല്ലാവരും തന്നെ ഒരു കോമ്പറ്റീഷനിലേക്ക് വന്നു. വേറൊന്നുമല്ല, 45 മീറ്റർ എന്നുള്ളത് 60 മീറ്റർ. അപ്പോൾ മൊത്തത്തിൽ 120 മീറ്റർ 30 സെക്കൻഡ്സിനുള്ളിൽ തിരിച്ചു വരണം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തു കഴിയുമ്പോൾ എല്ലാവരും വന്നെങ്കിൽ ലാസ്റ്റ് സംസാരിച്ച് ഒടുവിൽ നമ്മുടെ സൗന്ദര്യക്ക് ആ ഒരു അവസരം കിട്ടുകയും സൗന്ദര്യ പോരാടി നേടി എന്നൊക്കെ പറഞ്ഞ് മാസമായിട്ട് വന്നെങ്കിൽ പോലും ആ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇടയിൽ വെച്ച് തന്നെ ഒരു മത്സരം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ പേടിച്ച് സൗന്ദര്യ തിരികെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തന്നെ വന്ന് തന്നെ സ്വന്തമായി സേഫ് ചെയ്യുന്ന ഒരു അവസരം, ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത്. അതൊരു മികച്ച തീരുമാനം തന്നെയാണ് നമ്മൾ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ. കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പണപ്പെട്ടി ടാസ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പോയി എടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം, പണപ്പെട്ടി നിങ്ങളുടേതാണ്. എന്നാൽ പോകും വഴിയിൽ നിങ്ങൾ ഈ ഒരു ടാസ്കിനുള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ വെച്ച് നിങ്ങൾക്ക് തിരിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാലും കണ്ടസ്റ്റൻസ് സേഫ് ആണ്. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇറങ്ങി പുറപ്പെട്ടാൽ പോലും പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരികെ പോരുക. അപ്പം ബിഗ് ബോസ് എല്ലാ അവസരങ്ങളും ഇതിനകത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരു സൈഡിൽ ചിന്തിച്ച് നോക്കുമ്പോൾ സൗന്ദര്യ ചെയ്തത് മികച്ചൊരു കാര്യമാണ്. സൗന്ദര്യയുടെ മികച്ചൊരു തിങ്കിങ് ആണ്. പ്രോപ്പർ ടൈമിൽ പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്ത് സൗന്ദര്യ സ്വയം സേവ് ചെയ്ത ഒരു കാഴ്ചയാണ് കണ്ടത്. മറ്റൊരു സൈഡിൽ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ചാൻസ് നഷ്ടപ്പെടുത്തി പ്രോപ്പറായിട്ട് അത് തിങ്ക് ചെയ്യാതെ തനിക്കത് പറ്റില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാതിരിക്കുക. കാരണം നല്ല സ്പീഡിൽ അത് ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം സൗന്ദര്യയൊക്കെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റില്ല, അത്
കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സൗന്ദര്യ അതൊരു ബുദ്ധിപരമായ നീക്കം കൊണ്ട് സൗന്ദര്യ രക്ഷപ്പെട്ടു. അടുത്ത അതേ ടാസ്ക് തന്നെ ബിഗ് ബോസ് വീണ്ടും എത്തിക്കുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്കിലേക്ക് എത്തുന്നു. അത് പിന്നീട് നമ്മുടെ ബോയ്സ് തന്നെ അത് കൈകാര്യം ചെയ്യുന്നു. കാരണം അത് കംപ്ലീറ്റ് ചെയ്യാതെ വന്നതുകൊണ്ട് തന്നെ ഗേൾസിനെ സംബന്ധിച്ച് അതൊരു ഭയമായി മാറുന്നത് കൊണ്ട് തന്നെ അവരതിലേക്ക് അധികം ഇറങ്ങി വന്നില്ല. നമ്മുടെ ബോയ്സ് തന്നെയാണ് അതിൽ, നമ്മുടെ മുത്തുകുമാർ, റയ്യാൻ, അതുപോലെ തന്നെ വിശാൽ. ബോയ്സിനെ ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന കാര്യമാണ്. അവർ തമ്മിൽ വന്നു കഴിയുമ്പോൾ കൂടുതൽ ഡിസ്കഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഒറ്റ പടപടാന്ന് കാര്യങ്ങൾ നീ ചെയ്തോ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പണപ്പെട്ടിയുമായി തിരിച്ചു വരണം, പ്രോപ്പർ ആയിട്ടുള്ള പണപ്പെട്ടിയുമായിട്ട് തിരിച്ചു വരണം. കാരണം ഇതൊരു മൊത്തത്തിൽ 120 മീറ്റർ ഓടണം. 3 പണപ്പെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിനകത്ത് മാത്രമേ ക്യാഷ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ തുറന്നു നോക്കണം. ഇതെല്ലാം കഴിഞ്ഞ് 30 സെക്കൻഡ്സിനുള്ളിൽ ആള് തിരികെ എത്തുകയും വേണം. അപ്പം അവര് പറഞ്ഞത് പ്രോപ്പറായിട്ട് പെട്ടി തുറന്ന് നോക്കി കറക്റ്റ് സമയത്തിനുള്ളിൽ പെട്ടിയുമായിട്ട് തന്നെ വരണം. അത് മാത്രമേ 3 പേർക്കും ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. വിശാല് അതിലേക്ക് വരുന്നു. വിശാലിന്റെ ഈ ഒരു ഫിനാലെ വീക്കിൽ ഏറ്റവും ഹൈപ്പ് നേടിക്കൊടുത്ത ഒരു പ്രകടനം തന്നെയെന്ന് നമുക്ക് പറയാം. 25 സെക്കൻഡ്സിനുള്ളിലാണ് വിശാല് ഈ ഒരു 5 ലക്ഷം രൂപയുടെ പണപ്പെട്ടിയുമായി തിരിച്ചെത്തിയത്. ബിഗ് ബോസിന്റെ കോംപ്ലിമെന്റ്സും കിട്ടി. എന്തായാലും വിശാലിന് ഈ ഒരു വീക്ക് നല്ലൊരു പെർഫോമൻസ് അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹൈപ്പ് നേടിക്കൊടുക്കാൻ ആ ഒരു പണപ്പെട്ടി ടാസ്ക് കൊണ്ട് കഴിഞ്ഞു. അപ്പൊ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസിനും ഈ ഒരു ഫിനാലെ വീക്ക് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിരുന്നു. കാരണം സാധാരണ പോലെ ഒരു പണപ്പെട്ടി വെച്ച് അവരത് എടുത്തുകൊണ്ട് പോവുക എന്നൊക്കെ പറയുമ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും പ്രത്യേകിച്ചൊന്നും തന്നെയില്ല. എന്നാൽ ഇതിനകത്ത് ഭയങ്കര റിസ്കി ഗെയിമുകൾ ഉണ്ടായിരുന്ന ഒരു പണപ്പെട്ടി ടാസ്ക് ആയിരുന്നു ഈ ഒരാഴ്ച കടന്നുപോയത്. അപ്പം വിശാലിന്റെ ആ ഒരു പെർഫോമൻസോടുകൂടി ജാക്കലിൻ ഇതുവരെയും ഒരു ടാസ്ക് പോലും അറ്റൻഡ് ചെയ്തില്ല. ഒരു പണപ്പെട്ടിക്ക് പോലും ഇറങ്ങിയിട്ടില്ല ഫീൽഡിൽ. അപ്പം ജാക്കലിന് അതൊരു ബുദ്ധിമുട്ടായി. അടുത്തത് നമ്മുടെ ബിഗ് ബോസ് 80 മീറ്റർ, മൊത്തം 160 മീറ്റർ 35 സെക്കൻഡ്സിനുള്ളിൽ തിരികെ എത്തുക എന്നുള്ള ടാസ്കിലേക്ക് ജാക്കലിൻ വരികയും ജാക്കലിൻ ആ ഒരു ടാസ്ക് പണപ്പെട്ടിയുമായിട്ട് തിരിച്ച് പറഞ്ഞ സമയത്തിനുള്ളിൽ കയറാതെ വരികയും ചെയ്യുന്ന ഒരു ഇമോഷണൽ മൊമെന്റ്സ് ആണ് പിന്നെ നടന്നത്. അത് പലരും പറഞ്ഞിരുന്നു ചെയ്യരുതെന്ന്. മുത്തു അത് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തെങ്കിൽ റയാനൊക്കെ പറഞ്ഞിരുന്നു വെറുതെ ഇറങ്ങിത്തിരിക്കേണ്ട, അത് ഇച്ചിരി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, നെക്ക് ടു നെക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്, കുറച്ച് റിസ്കി ഫാക്ടർ അതിനകത്ത് ഒത്തിരി ഉണ്ട്. അപ്പം ജാക്കലിനെ സംബന്ധിച്ച് കുറച്ച് ചിന്തിച്ച് പ്രോപ്പറായിട്ട് അത് വിലയിരുത്തിയതിനു ശേഷം ആ ഒരു ടാസ്കിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷെ ജാക്കലിനെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ മൊത്തം ഒരു സ്ട്രോങ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഒരു താല്പര്യമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ്. കാരണം പലരെയും മാനിപ്പുലേറ്റ് ചെയ്ത് ഓവർ ഡ്രാമ കളിച്ച് പല കാര്യങ്ങളും പലരുടെ മേലെയും ഓരോ സംഭവങ്ങളും രജിസ്റ്റർ ചെയ്ത് ക്യാമറയ്ക്ക് മുന്നിലൊക്കെ പിടിച്ചു നിന്ന് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് ഒരു സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് തന്നെയാണ്. ബട്ട് അവരുടെ ഗെയിം പ്ലേ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പം ഈ ഒരു പണപ്പെട്ടി ടാസ്കിലും അവർ അത് തന്നെയാണ്. തുടക്കം മുതൽ ഓവർ ഡ്രാമയായിരുന്നു മൊത്തത്തിൽ. ഈ ഒരു ടാസ്കിലേക്ക് ഇറങ്ങുമ്പോഴും വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് ഇറങ്ങണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പബ്ലിക്കിന്റെ വോട്ട് നേടാൻ വേണ്ടി ഞാൻ ചെയ്യും, ഫാൻസിന് വേണ്ടി ഞാൻ അത് ചെയ്യും, മക്കൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റൽ അപ്രോച്ച് ഒക്കെ നടത്തി ആ ഒരു എന്താ പറയുക കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കണ്ടേ. കാരണം ഫിനാലെ വീക്കിലേക്ക് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് അനാവശ്യമായിട്ട് കുറച്ച് റിസ്ക് ആയിട്ട് നല്ല റിസ്ക് ഫാക്ടർ ഉള്ള ഒരു ടാസ്കിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയുമ്പം വളരെ മോശമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണെങ്കിലും ജാക്കലിന് അത് 37 സെക്കൻഡ് എടുത്തു. 35 സെക്കൻഡ്സിനുള്ളിൽ വരേണ്ട ആ ഒരു ടാസ്കിൽ 8 ലക്ഷം രൂപയുമായി 37 സെക്കൻഡ്സിലാണ് ഈ പറഞ്ഞ 160 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത് ജാക്കലിന് എത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ജാക്കലിൻ ആ ഒരു ഈ ബിഗ് ബോസ് തമിഴ് സീസൺ 8 നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഒരു ബിഗ് എവിക്ഷൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ മണപ്പെട്ടി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ ഫെയിൽഡ് ആയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആ പണവും ജാക്കലിനെ സംബന്ധിച്ച് കിട്ടുകയില്ല. കാരണം പണവുമായി വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. പണമില്ലാതെ പണവുമായിട്ട് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ വരാതെ ഇരിക്കുകയോ വന്നു കഴിഞ്ഞാലോ സമയം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലോ ഈ പറയുന്ന പണപ്പെട്ടി അതിനുള്ളിലെ പണവും ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് കിട്ടില്ല. എന്താണെങ്കിലും വളരെ ഇമോഷണലി എല്ലാവരും ബ്രേക്ക് ഡൗൺ ആയി. ജാക്കലിന്റെ അതിനുള്ളിലെ ഫ്രണ്ട്സ് മുത്തു ആണെന്നുണ്ടെങ്കിലും റയാൻ ആണെന്നുണ്ടെങ്കിലും സൗന്ദര്യ ആണെന്നുണ്ടെങ്കിലും വളരെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള കുറെ നിമിഷങ്ങളായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ റാണവ്, മഞ്ചരി ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദീപക്കൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരികെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മഞ്ചരിയൊക്കെ ഇവരുമായി നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ഇമോഷണൽ സംഭവങ്ങളൊക്കെയാണ് ഇന്നലത്തെ ഒരു എപ്പിസോഡിനെ സംബന്ധിച്ച് നടന്നത്. എന്തായാലും ആ ഒരു ഇമോഷണൽ ഒരു എവിക്ഷനോട് കൂടി ഏകദേശം ഇന്നലത്തെ ഒരു എപ്പിസോഡും കാര്യങ്ങളും അവസാനിച്ചു. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഒരു മാസ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക തീപ്പൊരി ഐറ്റം തന്നെയായിരുന്നു ഫിനാലെ വീക്ക് എന്ന് പറയുന്നത്. ഇതുവരെയും ബിഗ് ബോസ് തമിഴിലോ അല്ലെങ്കിൽ മലയാളത്തിലോ കാണാൻ സാധിക്കാത്ത ഒരു ഫിനാലെ വീക്ക് ആയിരുന്നു. വളരെ എന്റർടൈനിങ് ആയിരുന്നു. കാരണം നല്ല ഒരു ഓഡിയൻസ് ലൈവിൽ പോലും ഉണ്ടായിരുന്ന വീക്കായിരുന്നു. പല കാര്യങ്ങളും ട്വിസ്റ്റ് ആൻഡ് ട്രിക്സ് ഒക്കെ ഈ ഒരു സീസണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസൺ അത്ര മികച്ചത് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഫിനാലെ വീക്ക് എന്താണെന്നുണ്ടെങ്കിൽ
എന്തായാലും പ്രേക്ഷകരൊക്കെ ഓർത്തിരിക്കും. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിനാലെ വീക്ക് ആയിരുന്നു. എന്താണേലും നമുക്ക് നോക്കാം മുന്നോട്ട് എങ്ങനെ ആര് ജയിക്കുമെന്നൊക്കെ. അപ്പൊ നിങ്ങളും പറയാ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്. അപ്പോൾ ടോപ്പ് 5 ആയിട്ട് ഫിനാലയിലുള്ളത് നമ്മുടെ മുത്തുകുമരൻ, അതുപോലെ തന്നെ വിശാൽ, റയാൻ, സൗന്ദര്യ, അതുപോലെ തന്നെ പവിത്ര, 5 പേരാണ് ഫിനാലയിലുള്ളത്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുക. ആരായിരിക്കും ജയിക്കാൻ പോകുന്നതൊക്കെ കമന്റിൽ പറയുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.